നീ കുറച്ചുപേരെ കൂടെ കിടന്ന് ഉറങ്ങിക്കോ. അല്ലെങ്കിൽ തന്നെ നേരത്തെ എണീറ്റിട്ട് എന്തിനാ? എന്നും രാത്രി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി മുതൽ അത് അവസാനിപ്പിക്കണം. ഇന്നലെ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം കിട്ടാതെ പോയത് കണ്ടില്ലേ? നിനക്കെന്തെങ്കിലും വന്നുപോയാ എനിക്ക് പിന്നെ ആരാടിയുള്ളൂ? ഇന്നലെ രാത്രി നീ എന്നോട് ആ ചോദ്യം ചോദിച്ചില്ലേ, നീ മരിച്ചാ പിന്നെ ഞാനങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂന്ന്? ഞാനത് ഓർത്തുകൊണ്ട് കുറേ നേരം കിടന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുക? ഒറ്റയ്ക്ക് ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. ആ നമ്മളിൽ ഒരാളെ അത്ര പെട്ടെന്ന് വിട്ടു പോവോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല കമല. പോവുകയാണെങ്കിൽ തന്നെ ഞാനാവും ആദ്യം പോവുക. ലോകത്ത് മുഴുവൻ അങ്ങനെയാ സംഭവിച്ചിട്ടുള്ളത്. മരണഭയമുള്ളവര് കുറേ കാലം കൂടുതൽ ജീവിക്കും. ഒരുപാട് കാര്യം പ്ലാൻ ചെയ്ത് അത് നടത്തും ഇത് നടത്തും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവര് ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാവും. അല്ലെങ്കിലും ഭാര്യ മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുടെ ജീവിതം ദുരിത. അവരെ പിന്നെ ഒന്നിനും കൊള്ളാതാവും. ഭാര്യമാരങ്ങനെയല്ല. ഭർത്താക്കന്മാര് മരിച്ചാലും അവര് മക്കളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചോളും. അതുകൊണ്ട് ലോകത്തുള്ള ഭർത്താക്കന്മാർ ആദ്യം മരിക്കണം. അത് കഴിഞ്ഞേ ഭാര്യമാര് മരിക്കാവൂ. അതിനുള്ള വല്ല പ്രത്യേക പ്രാർത്ഥനകളും തന്റെ ദൈവങ്ങൾക്ക് നേരാനുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. നീ ഇതൊക്കെ കേട്ട് കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അപ്പോഴേക്കും ഒരു കാപ്പി ഇട്ടിട്ട് വരാം. കമല, എഴുന്നേറ്റിട്ട് എവിടെ പോയി? കമല, 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 കമല. ഇത് തുറന്നു കിടക്കുകയാണല്ലോ. കമല, അയ്യോ കമല, കമല, ഇതെന്ത് പറ്റി? അയ്യോ കമല, 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 കമല.
അച്ഛാ എന്തു പറ്റിച്ചാ? അച്ഛാ എന്താ പറ്റിയേ? അച്ഛാ എന്താ? അമ്മ അച്ഛാ അച്ഛാ നീ എങ്ങോട്ടാ? ഈ മരുന്ന് വാങ്ങാൻ നഴ്സ് പറഞ്ഞു. നീ ഇങ്ങതാ, ഞാൻ വാങ്ങിച്ചോണ്ടിട്ടാ. നീ ഇതായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ല്. വിശ്വട്ടാ, വിനായകനെ അറിയിക്കണ്ടേ? അച്ഛൻ എന്താ പറഞ്ഞത്? ഈ സമയത്ത് അച്ഛനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിനായകന്റെ കൂടി അമ്മയല്ലേ കിടക്കുന്നത്? ആ ഞാൻ വിളിച്ചോളാം. നീ അച്ഛന് ചായ കൊണ്ട് കൊടുക്ക്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ഓർത്ത് വിഷമിക്കാനും ടെൻഷനാവാനും മാത്രമുള്ള കാര്യങ്ങൾ ഞങ്ങൾ മക്കളമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം പുറത്തൊന്നുമല്ല. നീ ചെല്ല്. സുധാകരൻ മാഷ് അകത്തേക്ക് കയറി കാണാം. അതെ, ഒന്ന് നിന്നേ. നിങ്ങളിത് എങ്ങോട്ടേ വാലിൽ തീ പിടിച്ചാണൊക്കെ പായുന്നത്? ആശുപത്രിയിലേക്ക്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന തിടുക്കൊന്നുവേ നിങ്ങളെ ഇത് അറിയിക്കുന്ന തരത്തിൽ അവര് കാണിച്ചില്ലല്ലോ. എന്നുവെച്ചാ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്ന വിവരം നിങ്ങളെ അറിയിച്ചില്ലല്ലോന്ന്. എടി, പിന്നെ പറയാതെയാണോ നമ്മൾ അറിഞ്ഞത്? അത് വിശ്വേട്ടനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അമ്മയെ അഡ്മിറ്റ് ചെയ്ത വിവരം അച്ഛന് വിശ്വേട്ടനെ വിളിച്ചറിയിക്കാൻ പറ്റി. നിങ്ങളോടത് പറയാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളോടൊക്കെ അത്രേ ഉള്ളൂ അവർക്ക്. എടി, ആരെങ്കിലും ഒരാളെ വിളിച്ചറിയിച്ചാ പോരാ നന്ദിനി? നിങ്ങൾക്കത് മതിയായിരിക്കും, എനിക്കത് പോരാ. ഒളിച്ചോടിപ്പോയ വേദയുടെ അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ അച്ഛൻ അവളെയും വിളിച്ചറിയിച്ചേനെ. ഇപ്പൊ ഒളിച്ചോടിപ്പോവേ? നീ എന്താ അനാവശ്യമാടി പറയുന്നത്? ഒളിച്ചോടിപ്പോയത് തന്നെ അല്ലേ? അതിലെന്താ സംശയം? ആരും അറിയാത്ത സ്ഥലത്തേക്ക് ആരോടും പറയാതെ പോകുന്നതിനെ തന്നെയാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. പക്ഷേ അത് നീ പറയുമ്പോ അതിലൊരു മോശം ധ്വനിയുണ്ട്. ഉണ്ട്. ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തുമ്പോ കൂടെ മറ്റൊരാളും അയാളുടെ കുഞ്ഞും കണ്ടുകൂടാന്നില്ലല്ലോ. തോന്നിയാസം പറയാതെ വാ അടച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അവള് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത് തന്നെ വിക്രത്തിനോട് പ്രതികാരം തീർക്കാനാ. അവസാനം അത് തന്നെ സംഭവിച്ചില്ലേ? വിക്രം അകത്തായില്ലേ? വിക്രമിനെ അകത്താക്കാൻ വേദ സ്വന്തം അങ്കിളിനെ കൊല്ലിച്ചു അല്ലേ? നിന്റെ തലയിൽ എന്തോരം വിഷമാടി. നാണം കെടുന്നതും അപമാനിക്കപ്പെടുന്നതും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ മക്കളിൽ ഒരാളെ മാത്രം ഇങ്ങനെ വേറെയായി കാണുന്നതേ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മതി, നീ ഇനി അധികമൊന്നും പറയണ്ട. ഇങ്ങോട്ട് അടക്കടി. പാടി ഇങ്ങോട്ട്.
ഇത്ര പെട്ടെന്ന് ഫിക്സ് വരാൻ എന്താ കാരണം? സങ്കടം കുറെ ഉണ്ടല്ലോ, എല്ലാം കൂടി താങ്ങാൻ പറ്റാതിട്ടുണ്ടാവും. ഇതിനേക്കാളും ചെറിയ പ്രായത്തിൽ അവൻ ജയിലിൽ പോയിട്ടുള്ളതല്ലേ? അന്നൊന്നും ഇങ്ങനൊന്നും ഫിക്സ് വന്നിട്ടില്ലല്ലോ. ഞാൻ പറയുമ്പോഴേ എല്ലാവർക്കും വിഷമമുള്ളൂ. ഈ രീതിയിൽ കുടുംബം ചിന്നി ചിതറാൻ കാരണം വേദ ഒരാളാ. വേദ ഇവിടുന്ന് പോയിട്ട് നാളുകളായില്ലേ? ഇനി എന്ത് പറയുമ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം അവളായതുകൊണ്ട്. അതെ, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും കേൾക്കണ്ട. കേട്ടാലും എനിക്ക് വിരോധമൊന്നുമില്ല. ജപ്തി ചെയ്യാൻ ആളുകൾ വരും മുന്നേ ആദ്യം ഇറക്കി വിട്ടത് ഞങ്ങളെയാ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? നിങ്ങൾ മാത്രമല്ലല്ലോ, ഞാനും വിശ്വരൻ ഇപ്പൊ വേറെയല്ലേ താമസിക്കുന്നത്. അക്കാര്യമൊന്നും പറയണ്ട. വസ്തു ലേലത്തിന് വെച്ചപ്പോ കടം വീട്ടി ബാക്കി വന്ന തുകയിലിനെ ഒരു വലിയ വിഹിതം നിങ്ങൾക്കല്ലേ തന്നത്? അതുകൊണ്ടിപ്പോ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായല്ലോ. എടാ വിനായക, നിനക്ക് തനിയെ വന്നാ പോരായിരുന്നോ? ഈ ആശുപത്രി വെച്ച് തന്നെ ഇതൊക്കെ വേണമായിരുന്നോ? അയ്യോ വിശ്വട്ടാ, അങ്ങനെ വിചാരിക്കണ്ട. ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോകാനുള്ളോണ്ടേ വിനയേട്ട നാളെ വന്നാ മതി എന്ന് പറഞ്ഞതാ. സ്ഥലത്തിനേക്കാൾ വലുതാണ് അമ്മയെന്നും പറഞ്ഞ് കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നതേ ഞാന്. അങ്ങനെ തന്നെയാണ്. അതെ, ഇവളാണ് ഇപ്പൊ തന്നെ പോരണമെന്ന് പറഞ്ഞത്. നന്ദിനി ചിലരെ പോലെ പുറമെ ചിരിച്ചു കാണിച്ചൊന്നും നടക്കില്ല. ഉള്ളില് പകയും കൊണ്ട് നടക്കുന്ന ടൈപ്പും അല്ല. വെട്ടി തുറന്ന് പറയുമെങ്കിലും ഉള്ളില് സ്നേഹമുള്ളോളാ. കമലയുടെ ബൈസ്റ്റാൻഡർ ആരാ? അയ്യോ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? സുധാകരൻ മാഷില്ലേ? എന്താ? ഡോക്ടർ വിളിക്കുന്നു, വരൂ. ഈശ്വര, എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാവുമോ? വെളവും വെള്ളിയാഴ്ചയുള്ള സമയത്തൊന്ന് കാണണമെന്ന് വിചാരിച്ചതാ. അത് നടക്കുമോ എന്തോ. മിണ്ടരുത്. ഡോക്ടർ, Her vitals are dropping rapidly. Oxygen saturation കുറവാണ്. BPയും down ആണ്. We need to move her to a ventilator immediately. എന്ത് വേണമെങ്കിലും ആവാം ഡോക്ടർ. എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു തന്നാൽ മാത്രം മതി. We'll try our level best. But be ready to accept the reality at any time. Sister, വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കോളൂ. ശരി ഡോക്ടർ. അമ്മേ, രാധിക എവിടെ? പെട്ടെന്ന് പെയിൻ വന്നു മോളെ. ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. എപ്പോ? ഇന്ന് വെളുപ്പാങ്കാലത്ത്. ഞാൻ നോക്കുമ്പോൾ മോള് നല്ല ഉറക്കത്തിലായിരുന്നു. അതാ ഉണർത്തി പറയാതിരുന്ന. പെട്ടെന്ന് BP താന്നു പോയി, ആകെ പ്രശ്നത്തിലായി. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയത്. അവിടെ ചെന്നിരുന്നപ്പോൾ ഓർത്തത് മോൾ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളല്ലോ എന്ന്. അതുകൊണ്ടൊന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നാ. അപ്പോഴാ മോൾ എണീറ്റത്. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല.
അമ്മ അങ്ങോട്ട് പൊയ്ക്കോളൂ. അവിടെ ചെന്നിരിക്കുമ്പോഴേ അവൻ്റെ സങ്കടം കാണാൻ വയ്യ മോളെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ യൂണിഫോം ഇടുമ്പോൾ ഉള്ള ധൈര്യം മാത്രമേ ഉള്ളൂ. എനിക്കോ രാധികയ്ക്കോ എന്തെങ്കിലും വന്നാൽ പിന്നെ അവൻ ഇരിപ്പുറയ്ക്കത്തില്ല. 2 ദിവസമായിട്ട് വന്ന് കാണാനോ അന്വേഷിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള ഒരു ഓട്ടത്തിലായിരുന്നല്ലോ. അതിൻ്റെ ഒരു സങ്കടം വേറെ. രാധിക അനാഥാലയത്തിലായിരുന്നു അല്ലേ? അത് മോളോട് ആര് പറഞ്ഞു? ആ, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. കുഞ്ഞുനാളിലൊരു കലാപത്തിൽ നിന്ന് അവള് മാത്രമായി രക്ഷപ്പെട്ട കാര്യമൊക്കെ. അതെ മോളെ, വല്ലാത്തൊരു തലവിധിയായിരുന്നു ആ കൊച്ചിൻ്റെ. അങ്ങനെ ഒരാളെ ആ തരുൺ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അഭിമാനമാണ് തോന്നിയത്. അവള് വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അത് ഇരട്ടിയായി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാവുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ തരുണാ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അതൊക്കെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞറിഞ്ഞാൽ മതിയെന്ന്. അന്ന് ആ മാളി വെച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ടവളാണെന്നറിയാവോ എൻ്റെ രാധിക മോള്. ഡെലിവറി കഴിയുന്നതോടെ ഇപ്പൊ ഉണ്ടായ ഈ ട്രോമ എല്ലാം മാറും. രാധിക പഴയതുപോലാവും. അമ്മ ഉറപ്പിച്ചോ? ഇപ്പം എന്നോട് മോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. ഹലോ, അതെ, ആണോ? ആ, ഇപ്പൊ വരാം. മോളെ, എന്താ അമ്മ? രാധികയ്ക്ക് ഇത്തിരി കുഴപ്പമായിട്ടുണ്ടെന്ന്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ ശരി, ഞാൻ വിളിച്ചോളാം. സാർ, ഉം. വിക്രമിന് സാറിനെ കാണുമെന്ന് പറയുന്നു. പുറത്തുണ്ടോ? പുറത്തുണ്ട്. പറ്റില്ല എന്ന് പറയട്ടെ. എന്തിന്? വരാൻ പറ. സാർ, ആ വിക്രം, എന്തൊക്കെയുണ്ട്? ഇരിക്കേ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എനിക്ക് വേണ്ടി സാറൊരു ഉപകാരം ചെയ്യാമോ? എന്താ പറ. സാറിന് എൻ്റെ വീട്ടിലൊരു കാര്യം അന്വേഷിക്കാവോ? അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. ഒരു കാലത്ത് ഞാൻ അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഇപ്പം എന്തോ വല്ലാത്തൊരു പേടി പോലെ. അതിന് വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാ പോരെ? ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 നമ്പറിലേക്കും വിളിച്ചു, അച്ഛൻ്റെയും ചേട്ടൻ്റെയും. അച്ഛൻ്റെ നമ്പർ സ്വിച്ച് ഓഫാ, ചേട്ടനാണെങ്കിൽ എടുക്കുന്നുമില്ല. ഏയ്, താൻ വെറുതെ പേടിക്കുന്നതായിരിക്കും, ഒന്നും സംഭവിക്കില്ല. ആയിരിക്കും, പക്ഷേ അമ്മയെ ഞാൻ സ്വപ്നം കൂടി കണ്ടു. അതും കൂടി കഴിഞ്ഞപ്പോ താൻ സമാധാനമായിട്ടിരിക്കെ, ഞാൻ അന്വേഷിച്ചോളാം പോരെ. പിന്നെ എല്ലാ വിവരവും കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്യാം. ഒന്ന് റൂമിലേക്ക് വരൂ. വരൂ, ഇരിക്കൂ. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത്. രാധികയുടെ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ.
മനസ്സിലായില്ല ഡോക്ടർ. ആ കുട്ടിയുടെ ആരോഗ്യനില നമ്മൾ വിചാരിച്ചാലും വേസ്റ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെ അമ്മയെ ഒരുമിച്ച് രക്ഷിക്കുക എന്നത് സാധ്യമല്ല. വാട്ട് യു മീൻ ഡോക്ടർ? അതെ തരുൺ, 2-ൽ 1 എന്ന റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും. ഒരു സാധ്യതയില്ല ഡോക്ടർ. പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ എനിക്ക് തരുണിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. പക്ഷേ ഇല്ല ഇല്ല, എനിക്ക് അവളെ വേണം ഡോക്ടർ. അവൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ. പക്ഷെ അതിനു വേണ്ടി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. എനിക്ക് അവളെ വേണം, എനിക്ക് അവളെ വേണം ഡോക്ടർ. അമ്മേ, എന്റെ രാധിക. അയ്യോ, അങ്ങനെയാണോ പറഞ്ഞത്? അതെ, ലേബർ റൂമിൽ വെച്ച് ആ കുട്ടിയുടെ BP ലെവൽ മുഴുവനും താന്നു. ബ്ലീഡിങ്ങും തുടങ്ങി. 2-ൽ 1 രക്ഷിക്കാനാവൂന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ ഈശ്വര, എന്നിട്ടിപ്പോ എന്തായി? ഓപ്പറേഷൻ ആ കുട്ടി സ്റ്റേബിൾ അല്ല. നോർമൽ ഡെലിവറിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. സേതുലക്ഷ്മി മാഡവും തരുൺ സാറും ആകെ തകർന്നിരിക്കുക. എനിക്ക് അവരെ ഒന്ന് കാണണം. അങ്ങോട്ട് പോകാമോ? ഈ അവസ്ഥയിൽ വേണോ? വേണം സിസ്റ്ററെ. ഒരു പരിചയം ഇല്ലാതിരുന്നിട്ടും അമ്മയെ പോലെയാ അവരെന്നെ നോക്കിയത്. ഇന്ന് രാധിക ലേബർ റൂമിലായിരിക്കുമ്പോഴും ആ അമ്മ എന്നെ കാണാൻ വന്നതാ. എനിക്ക് പോയേ പറ്റൂ.